അപാര രുചിയും കാണാൻ നല്ല ഭംഗിയുള്ള പഴം ഹൽവ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പഴയ ഓർമ്മ വെച്ച് ഇന്നൊരു പുതിയ കാര്യം ഉണ്ടാക്കാനായിട്ട് ഓർക്കുകയാണ്. എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. പഴമൊക്കെ ധാരാളം വീട്ടിലുണ്ടായിരുന്നപ്പോൾ പഴം വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അരി ഹൽവ, പഴം ഹൽവ. അപ്പോൾ ഇത് ഈ പൂവമ്പഴമാണെങ്കിലും പഴംകുടമ്പഴമാണെങ്കിലും പഴുത്ത അധികമായി കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് ചിലവാക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ പഴം വെച്ച് എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ഈ പഴം കണ്ടോ, ഇത്രയും പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ പഴം അരിഞ്ഞു വെച്ചതിനകത്തോട്ട് ചേർക്കാനായിട്ട് ഇത്രയും ശർക്കര. അപ്പോൾ മധുരത്തിന് അനുസരിച്ച് ചിലപ്പം കൂടെ ചിലർക്ക് മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചേർക്കാം. പിന്നീട് വേണ്ടത് അരിപ്പൊടി. ഇത് അരിപ്പൊടിയാണ്. ഇതിന് പകരം മൈദ ചേർത്താലും നല്ലതാണ്. അരിപ്പൊടിക്ക് പ്രത്യേക ഗുണമുണ്ടല്ലോ. മൈദയേക്കാളും നല്ലത് അരിപ്പൊടിയാണ്. അതുകൊണ്ട് ഞാൻ അരിപ്പൊടി വെച്ചാണ് ചേർക്കുന്നത്. പിന്നീട് ഇതിനകത്ത് ചേർക്കാനായിട്ട് ഇത് ഏലക്ക പൊടിച്ചത്, നെയ്യ്, പിന്നെ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ആൻഡ് കിസ്മിസ്. ഇത്രയും സാധനങ്ങൾ കൊണ്ട് നല്ലൊരു സൂപ്പർ ഹൽവ ഉണ്ടാക്കാം. ആദ്യമായിട്ട് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ പഴം നുറുക്കിയത് മിക്സിയിലോട്ട് ഇട്ട് അടിച്ചെടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ശർക്കരയും കൂടെ ചേർത്ത് അടിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ പഴം നുറുക്കിയത് ഈ ശർക്കരയും കൂടി ചേർത്ത് മിക്സിയിൽ അടിക്കുന്നതാണ്. അപ്പോൾ അടിച്ചുകൊണ്ട് വന്നിട്ട് കാണിച്ചു തരാം. അതിനകത്ത് നെയ്യ് ഒഴിച്ച് നമ്മുടെ നട്ട്സും കിസ്മിസും വറുത്ത് കോരി ചൂടായിരിക്കുന്ന ഈ പാത്രത്തിലേക്ക് വേണം വീണ്ടും അടിച്ചുകൊണ്ട് വന്ന മിശ്രിതം. കണ്ടല്ലോ, പഴവും ശർക്കരയും. ഈ നെയ്ക്കകത്ത് ഇട്ട് ഇളക്കണം. ഇളക്കി നന്നായി വറ്റിക്കണം. ഒരുമാതിരി കുറുകി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇത് നല്ലതായിട്ട് അരഞ്ഞിരിക്കണം. ഒട്ടും കഷ്ണം കിടക്കാതെ വേണം ഇത് എടുക്കാനായിട്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കലക്കി വെച്ചിരിക്കുന്ന അരിമാവ്, റൈസ് ഫ്ലോർ, ഇത് അരിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് കലക്കിയിട്ട് അരിച്ചെടുക്കണം. എല്ലാത്തിൻ്റെ അരിച്ച് മാത്രമേ ചേർക്കാവുള്ളൂ. ഇതിനകത്തേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് പതുക്കെ ഇതിനോട് യോജിപ്പിച്ച് ഇളക്കി മുറുക്കണം. ഒരു ബൗൾ നിറച്ച് പൊടി എടുത്തിട്ടുണ്ട്. ഇത് മൈദമാവോ അരിപ്പൊടിയോ ആകാം. ഇതിന് 2 കപ്പ് വെള്ളം ഒഴിച്ച് കലക്കി അരിച്ചെടുത്തതാണ് ഇതിനകത്തോട്ട് ഒഴിച്ചത്. ഇപ്പോൾ ഇത് വെന്തു ഏകദേശം ആയി കഴിഞ്ഞു. അപ്പോൾ ഇതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു. നെയ്യ് ഒഴിച്ചപ്പോൾ നന്നായിട്ട് ഓടിത്തുടങ്ങി. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് കണ്ടോ, കാടമം, ഏലക്കാപ്പൊടി, 2 ചെറിയ സ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുക. പിന്നീട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ആൻഡ് കിസ്മിസ് ചേർക്കുക. നന്നായിട്ട് ഇളക്കുക. ഏതാണ്ട് പരുവായി കഴിഞ്ഞു. നമുക്കിനി ഇത് ഒരു പാത്രത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മുടെ ഹൽവ പാകമായി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? ഇതുപോലൊരു പാത്രം എടുത്ത്, അതിന് പാകത്തിനുള്ളൊരു പാത്രം എടുത്ത് അതിനകത്തോട്ട് സ്വല്പം നെയ്യ് പുരട്ടിയ ഏതെങ്കിലും ലീഫ് വെക്കുക. ഞാൻ വെച്ചിരിക്കുന്നത് കറുവയുടെ ഇല, അതല്ലെങ്കിൽ ബേ ലീഫ്, അതല്ലെങ്കിൽ വാഴയിലയും വയ്ക്കാം. അതിനുശേഷം ഇത് നമുക്ക് ഇതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. സൂപ്പർ ഡ്യൂപ്പർ പഴം ഹൽവ റെഡി. കണ്ടോ, നല്ല ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം വെച്ച് ഡെക്കറേറ്റ് ചെയ്തു. ഇതിൻ്റെ രുചി അപാരം തന്നെയാണ്. ഇത് ഉണ്ടാക്കി വെച്ച് ഇതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വീട്ടിലുള്ള എല്ലാവരും പകുതി കട്ടുകൊണ്ട് പോയി. കൊള്ളാലോ. ഓക്കെ, എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.